എന്റെ അമ്മ സിംഗിൾ പാരന്റ് ആണ്, ഡിവോഴ്സ് ചെയ്യണം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ. നമ്മളെല്ലാം തുറന്നു പറയുന്നത് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ. അങ്ങനെയാണ്. അമ്മയോട് ഭയങ്കര കണക്ഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു സെറ്റിൽഡ്, ഇപ്പൊ സിംഗിൾ പാരന്റ് ആണ്, അപ്പൊ നമ്മൾ ഒരുപാട് സ്ട്രഗിളിൽ വളർത്തിക്കൊണ്ടുവന്ന അമ്മ. അപ്പൊ നമുക്കത് അറിയുന്നോണ്ട് തന്നെ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒക്കെ ആയുമ്പോൾ അമ്മക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം തോന്നല്ലോ. അങ്ങനെ ലക്ഷ്മി ചേച്ചി അമ്മക്ക് വേണ്ടി ചെയ്തൊരു കാര്യം എന്താ? ഞാൻ അമ്മ എവിടെയും ട്രാവൽ ചെയ്യില്ല. അമ്മക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാനൊന്നും ഇഷ്ടമല്ല. ആകെ അമ്മ പോണത് ഭജന ഇരിക്കാൻ അമ്പലത്തിൽ ഗുരുവായൂർ, അതിന് മാത്രമേ അമ്മ പോവുള്ളൂ. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് നമ്മൾ ജയ്പൂർ കൊണ്ടുപോയി, ഒറീസ കൊണ്ടുപോയി, അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ലക്നൗ, ആഗ്ര അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. അപ്പൊ പുറമേക്ക് പോകാൻ പോലും ഇഷ്ടമല്ല. പാസ്പോർട്ട് ഉണ്ട്, എന്നാലും ഫോറിൻ കൺട്രീസിൽ പോകാനൊന്നും, അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, എന്നാലും പോകാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് ഞാൻ തന്നെയും അമ്മയും കൂടി നമ്മൾ 3 ജനറേഷൻ എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോ യാത്രയൊക്കെ പോകും. എല്ലാ കൊല്ലവും പോകും. ഈ കൊല്ലം പോയിട്ടില്ല, കഴിഞ്ഞ കൊല്ലം വരെ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അങ്ങനെ നിർബന്ധിച്ച എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോകും. എനിക്ക് അമ്മക്ക് ഭയങ്കര അഭിമാനമായിരിക്കില്ലേ, കാരണം ഇപ്പൊ സിംഗിൾ പാരന്റ് വളർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അമ്മ പറയാറുണ്ട്. അമ്മ പറയും നമ്മുടെ ധനം നമ്മുടെ മക്കളാണെന്ന് എപ്പോഴും പറയാം അമ്മ. അത് പറയാറുണ്ട്. ഈ പെൺകുട്ടിയിലാണെങ്കിൽ ഒരു ആൺകുട്ടി പോലെയാ, മോനേന്നൊക്കെ ആയിരിക്കും വിളിക്കില്ലേ? ഇല്ല, അങ്ങനെ എന്റെ മോനെയൊന്നും വിളിക്കാറില്ല, മോളെ തന്നെ വിളിക്കാറുള്ളൂ. അങ്ങനെ ചിഞ്ചു എന്നാണ് വീട്ടില് വിളിക്കുക, അത് ചിഞ്ചു തന്നെ വിളിക്കുക. ഓക്കെ. ഇപ്പൊ അമ്മക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഇപ്പൊ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം? ഇപ്പൊ പൊതുവെ ഈ മീഡിയ ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമുക്ക് ഈ ഫീൽഡാണ് ഇഷ്ടം എന്ന രീതിയിൽ നമ്മളായിട്ട് ട്രൈ ചെയ്യില്ലല്ലേ? അപ്പൊ അമ്മ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെയാണോ പോയത്? ഇല്ല, ഒരിക്കലും അല്ല. ഇല്ലല്ല, അമ്മ ഒന്നാമത്തെ കാര്യത്തിൽ എന്നോട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത് പോകണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എയറോസ്റ്റസ് ആവണം, ഇങ്ങനെയൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. അപ്പം ഇതൊന്നും അല്ലാണ്ട് വേറൊരു ഫീൽഡിലാണ് ചെന്ന് പെട്ടത്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സേ ഒന്നുമില്ല, എന്റെ ഇഷ്ടം എന്താണോ അതുപോലെ, അത്രേ ഉള്ളൂ. നമ്മള് ഭയങ്കര കോമഡി കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഇൻസ്റ്റ ഇടാം. നമ്മള് വിചാരിക്കും വളരെ ഫൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഇതേ രീതിയിൽ ആളുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യും. തമാശ പറയൂ, അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ആൾക്കാരുണ്ട്. കാരണം മിണ്ടില്ല അധികം ചോദിക്കും. പിന്നെ ഞാൻ പറയാം, ഇല്ല, അല്ല ആവശ്യം വരുമ്പോഴല്ലേ മിണ്ടണ്ടോ, എല്ലാവരും എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് ഒക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വരികയാണെങ്കിൽ ഞാൻ പതുക്കെ ഇതിക്കൂടെ എസ്കേപ്പ് ആവാൻ നോക്കുകയുള്ളൂ. കാരണം കലിയും വർത്താനം കുറെ നേരം പറയണ്ട, അപ്പൊ എനിക്ക് ടെൻഷനാണ്. അങ്ങനെയൊക്കെ ചെറിയ കുഴപ്പമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ലക്ഷ്മി ചേച്ചി പലരും പറയുമ്പോൾ ചിലപ്പോ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ. ഈ കോണ്ടന്റ് ചെയ്യുന്നപ്പം മിഥുൻ ചേട്ടൻ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാം ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് ഈ കോണ്ടന്റ് ഒക്കെ നിങ്ങൾ കൊറേ ക്രിയേറ്റഡ് ആണ്. കൊറേ അധികം നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ റീഷൂട്ട് ചെയ്യും. ഇന്നാളിപ്പോ എടുത്ത കെട്ടിലിന്റെ സംഭവമൊക്കെ നമ്മളെ വീട്ടിൽ നടന്ന ശരിക്കും എനിക്ക് വയറ് കിട്ടിയില്ല. അപ്പൊ ആ സംഭവം തന്നെയാണ് എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പൊ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ചെയ്തതാണ്. ശരിക്കും അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി ഫാമിലി മുഴുവൻ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് രസമായിട്ടുള്ള കാര്യമല്ലേ? അത് നമുക്ക് നിങ്ങൾക്കായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത്. അതെങ്ങനെയാണ് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റിംഗ് ആയിട്ട് വരിക? അത് നമ്മള് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളിപ്പോ ഒരു ഡേറ്റ് നൈറ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും, നമുക്ക് അടുത്ത കോണ്ടന്റ് ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്താലോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് സ്പാർക്ക് അടിച്ച് അങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോ ഒന്നും വേണ്ട, കാലത്ത് എനിക്ക് വന്നിട്ട് നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറയും നമുക്ക് ഈ വീഡിയോ ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ പറയും. അങ്ങനെ തന്നെ അപ്പൊ തന്നെ ചെയ്യണതാണ്. ഒരു 5 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. പക്ഷെ ചിലതൊക്കെ നല്ല ഹീറ്റായിട്ട് പോവാറുണ്ട്. എനിക്ക് മിഥുൻ ചേട്ടൻ വീട്ടിലുണ്ടാവുന്ന സമയം ഭയങ്കര കുറവാണ്. അതിലും നമ്മൾ എഫേർട്ട് ഇട്ടല്ലേ ഉള്ള സമയത്ത് ഒരു 4-5 വീഡിയോ എടുത്ത് വെപ്പിക്കും. അപ്പൊ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഇടാലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. എല്ലാ 5 വീഡിയോയെങ്കിലും മിനിമം എടുത്ത് വെപ്പിക്കും ഉള്ള സമയത്ത്. ഓക്കെ. അതിന് മുമ്പേ കോണ്ടന്റ് ഒക്കെ റെഡിയാക്കി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വന്ന് ചിലപ്പോ ഇന്ന് രാത്രി തന്നെ വേറെ എവിടെയെങ്കിലും പോകും. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് തിരിച്ച് ദുബായ് എത്തുമ്പോ പുള്ളി ബഹ്റിനിലേക്ക് പോവാണ് ഓൾറെഡി. ഞങ്ങള് കാണില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അങ്ങനെയാണ്. പുള്ളി എപ്പോഴും ട്രാവലാ.